ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ചിക്കൻ പാർട്സ് കറി വയ്ക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മളിത് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. നമുക്കൊരു 3 വിസിലോ 4 വിസിലോ ഒക്കെ അടിക്കാം കേട്ടോ. അപ്പോൾ അതിരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മസാലയ്ക്ക് വേണ്ട സബോള, അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം, ഒന്നോ അല്ലെങ്കിൽ 2 എണ്ണം എടുക്കാം നമുക്ക്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചി പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് നമുക്ക് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റിയേക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ, പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാതും കൂടെ, ഇതിപ്പോൾ നമ്മളൊരു 2 ട്രിപ്പായിട്ടാട്ടോ മിക്സിയിൽ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാതും കൂടെ നമ്മൾ ഏതിലാണോ വഴറ്റിയത് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പാത്രത്തേക്ക്. ഇനി ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പാർട്സ്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, ഇത് 3ആണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് അതിൻ്റെ ആ മസാലയുടെയൊക്കെ പച്ചമണം, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആയി വരുമ്പോൾ ആദ്യം ഓൾറെഡി നമ്മൾ വേവിച്ചതിൽ നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് ബാക്കി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ വെള്ളത്തിൽ ആ ഗ്രേവിയൊക്കെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടിയാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതും നല്ലതുപോലെ ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഗ്രേവി നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചൂടുവെള്ളം ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇതൊക്കെ ഗ്രേവി മിക്സ് ആയതിന് ശേഷം നമുക്ക് ബാക്കി വേവിച്ച് വെച്ചേക്കുന്ന പാർട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിൽ നല്ലതുപോലെ അത്യാവശ്യം കട്ടിയിൽ ഗ്രേവിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ട് എടുക്കുന്നത്. ചോറിൻ്റെ കൂടെയിൽ ചപ്പാത്തിയുടെ കൂടെയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ടേസ്റ്റ് നോക്കുകയാണ് വെച്ചാൾ തന്നെ. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ ഗ്രേവിയിൽ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ. നിങ്ങളൊരു ഗ്രേവി ലവറാണ്, ഇതേപോലെ കൂട്ടാൻ വെച്ചോളാം. സൂപ്പർ ഗ്രേവിയാണ്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കറി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്താ വീഡിയോ എത്രയുള്ളൂ ഗൈസ്? ബൈ ബൈ.